ഇന്ന് മുരിങ്ങയില കിട്ടി. അപ്പോൾ ഇന്ന് മുരിങ്ങയിലയും പരിപ്പും വെച്ചിട്ടുള്ള കറി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ പരിപ്പ് നല്ലോണം കഴുകിയെടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ പരിപ്പാട്ടോ ഞാൻ എടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞളും ഉപ്പും 2-3 പച്ചമുളകും കൂടി ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ മുരിങ്ങയില ഞാനൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ ജീരകം കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പരിപ്പ് നന്നായിട്ടൊന്ന് വെന്തു. ഇനി അതിലേക്ക് ഞാൻ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ വാട്ടി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങയിലയൊക്കെ റെഡിയായി. ഇനി അതൊന്ന് കടുക് വറുത്തിടണം. കുറച്ച് കടുകും പിന്നെ 2-3 അല്ലി ചെറിയുള്ളിയും പിന്നെ കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെണ്ട ഉള്ളത് ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എണ്ണ ചൂടായി കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ അരിഞ്ഞ് വെച്ച വലിയുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വെണ്ടയും തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടൊന്ന് കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വെണ്ട വഴറ്റിയത് റെഡിയായി. ഇനി ഒരു 5-6 മത്തി ഉണ്ടായിരുന്നു, അതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളകും പിന്നെ കുറച്ച് പുളിയും മാത്രം, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അവസാനം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.